ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. അവർ അവരുടെ സമ്മേളനങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. UDF-ഉം NDA-യും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് അടുത്തെങ്ങും എത്താൻ കഴിഞ്ഞിട്ടേയില്ല. UDF-നെ സംബന്ധിച്ച് വൈകിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. വൈകിയാണ് അവർ ഉണരുന്നത് എങ്കിലും അവർ അന്തിമ ഘട്ടത്തിലേക്ക് പാഞ്ഞ് എത്തുന്ന ഒരു രീതിയാണ് UDF-ന് ഉള്ളത് എങ്കിൽ NDA-ക്ക് ആ തടസ്സങ്ങളൊന്നുമില്ല. അവർ തീർത്തും വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല, മത്സരിക്കുക എന്ന പ്രതീക്ഷയിലാണ് മത്സരിക്കുന്നത്. ഇത്തവണ ശബരിമല വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വളരെ ശബരിമലയോട് സമീപസ്ഥമായ മണ്ഡലങ്ങൾ, കഴിയുമെങ്കിൽ പത്തനംതിട്ട തന്നെ, ആ നിലയ്ക്ക് ശബരിമല ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു എന്നവർ വിചാരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വാശിയായ മത്സരം നടക്കുന്നത് കൊണ്ട് അവർക്കും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബഹുഘാതം അകലെയാണ് അവർ. UDF-നേക്കാൾ പിന്നിലാണ്. അങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാണ് UDF തീരുമാനിച്ചത്? LDF-നെ സംബന്ധിച്ച് 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ UDF-നെ സംബന്ധിച്ച് ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ എന്നിവരാണ് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടവർ. NK പ്രേമചന്ദ്രൻ RSPയുടെ നേതാവ്. അദ്ദേഹം ആദ്യം തന്നെ മണ്ഡലം തീരുമാനിച്ചയാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹം എന്തായാലും രംഗത്ത് വന്നിരിക്കുന്നു. ലീഗിൽ നിന്ന് 2 പേർ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വരുമ്പോൾ 6 പേരുടെ കാര്യങ്ങളാണ് പരിഹരിക്കപ്പെട്ടത്. ബാക്കി ആളുകളുടെ പ്രശ്നം കിടക്കുകയാണ്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന പോലെ UDF-നെ ഗ്രസിച്ചിരിക്കുന്നു ഒരു പാർട്ടിയിലെ പടല പിണക്കം. കഴിഞ്ഞ കുറേ നാളായി മാണി കേരള കോൺഗ്രസിൽ രൂപം കൊണ്ടിരുന്ന ആ ശീതസമരം തുറന്ന് പുറത്തു വന്നു. ജോസഫും മാണിയും 2 തട്ടിൽ പരസ്പരം കാണാൻ കഴിയാത്ത വണ്ണമുള്ള ആളുകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജോസഫിന് ഒരവസരം വേണം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ എന്ന ആവശ്യത്തെ വെട്ടി മാറ്റിക്കൊണ്ട് മാണി കോട്ടയം അദ്ദേഹത്തിന്റെ ഗ്രിപ്പിൽ തന്നെ, പിടിയിൽ തന്നെ നിലനിർത്തി. അതുവഴി അപമാനിതനായ ജോസഫ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പൂർണ്ണമായും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അത്തരമൊരു അനിശ്ചയത്തിലേക്ക് കേരള കോൺഗ്രസ് എടുത്തെറിയപ്പെട്ടു. UDF-ലെ 3ാമത്തെ കക്ഷിയാണ് കേരള കോൺഗ്രസ്. UDF-ലെ 3ാമത്തെ കക്ഷിക്ക് പറ്റിയ ഈ ക്ഷതം UDF-നെ തന്നെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അതാണ് ഇന്ന് UDF ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുപ്പിന്റെ ആസന്ന ഘട്ടത്തിൽ നമ്മെ തേടിയെത്തുന്ന വാർത്ത. ജോസഫിനെ വെട്ടി മാണി എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. മിക്ക പത്രങ്ങളും അത് ലീഡ് വാർത്തയോ പ്രധാനപ്പെട്ട 2ാമത്തെ വാർത്തയോ ഒക്കെയായി മാറ്റിയിട്ടുണ്ട്. എസ് മനോജ് ആ വാർത്ത ദേശാഭിമാനിയിൽ തരുന്നത് കാണുക. കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക സീറ്റിലേക്ക് പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെ പരിഗണിക്കാതെ KM മാണിയുടെ കടുംവെട്ട്. മുൻ MLA തോമസ് ചാഴിക്കാടനാണ് കോട്ടയത്തെ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി. തിങ്കളാഴ്ച രാത്രി 9 മീഡിയ കോർഡിനേറ്റർ വഴി വാർത്താക്കുറിപ്പ് ഇറക്കിയാണ് ഈ സുപ്രധാന തീരുമാനം മാണി പ്രഖ്യാപിച്ചത്. ഒഴിവാക്കിയ കാര്യം ജോസഫിനെയും മാണി അറിയിച്ചു. ഇതേ തുടർന്ന് തൊടുപുഴയിലെ വീട്ടിൽ ജോസഫ് അടിയന്തര യോഗം ചേർന്നു. മുൻ മന്ത്രിമാരായ മോൻസ് ജോസഫും TE കുരുവിളയും പങ്കെടുത്തു. ഞായറാഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ KM മാണിയെ ചുമതലപ്പെടുത്തിയാണ് പിരിഞ്ഞത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഡ്വക്കേറ്റ് ജോസ് ടോം മുന്നോട്ട് വെച്ച നിർദ്ദേശം തുറുപ്പ് ചീട്ടാക്കിയാണ് മാണി ജോസഫിനെ 24 മണിക്കൂറിനുള്ളിൽ കശക്കി എറിഞ്ഞത്. ആ നിർദ്ദേശം ഇതായിരുന്നു: ചെയർമാൻ തീരുമാനിച്ചോ, പക്ഷേ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം ആരായണം. അതിനെന്താ ആകാമല്ലോ. തീരുമാനം
പ്രകാരം കോട്ടയം ജില്ലാ പ്രസിഡന്റ്, 7 അസംബ്ലി മണ്ഡലം പ്രസിഡന്റുമാർ, പഞ്ചായത്ത് തല ഭാരവാഹികൾ, വിവിധ ജനപ്രതിനിധികൾ ഇവരെല്ലാം തിങ്കളാഴ്ച രാവിലെ മുതൽ മാണിയുടെ വീട്ടിലേക്ക് എത്തി കേരള കോൺഗ്രസ് എമ്മിന് പരമ്പരാഗതമായുള്ള കോട്ടയം ജോസഫിന് നൽകാനാകില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം പറയുകയും ചെയ്തു. കോട്ടയം ജില്ലയിലെ പ്രവർത്തകർക്ക് സ്വീകാര്യനല്ലാത്തതുകൊണ്ട് ജോസഫിന് കോട്ടയം സീറ്റ് നൽകാൻ കഴിയില്ല. ആ ജില്ലയിലെ പ്രവർത്തകരാണോ സത്യത്തിൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അവിടെയാണ് എന്ന് തീരുമാനിക്കേണ്ടത്? അത്തരം തീരുമാനമൊന്നും കേരളത്തിൽ ആരും കൈക്കൊള്ളാറില്ല. കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാൾ വടകര സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് വടകര, നമുക്കറിയാം. ആ നിലയ്ക്ക് ജില്ല മാറി ധാരാളം മത്സരങ്ങൾ നടക്കാറുണ്ട്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാകുന്നത് NDAയുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴെങ്ങനെയാണ് പുതിയതായി ജില്ല അംഗീകരിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ കഴിയൂ എന്ന് മാണിക്ക് പറയാനാവുക? അത് PJ ജോസഫിനെ വല്ലാതെ നിരാശനാക്കിയെന്ന് മാത്രമല്ല അപമാനിതനാക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ PJ ജോസഫ് എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ വരട്ടെ, അവർ പറഞ്ഞനുസരിച്ചാണ് ഇതുവരെ പെരുമാറിയത്. കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലാണ്, എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. അവർ വന്ന ശേഷം അവരുമായി കൂടിയാലോചിച്ച് ഭാവി തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മാണിയുമായി ബന്ധിപ്പിച്ചിന് ഒരു ഭാവി ഈ കാര്യത്തിൽ ജോസഫിനില്ല. അതായത് ജോസഫും മാണിയും ചേർന്ന് വിശാല കേരള കോൺഗ്രസിന്റെ സഖ്യമുണ്ടാക്കിയ പഴയ അവസ്ഥ, ആ അവസ്ഥ എല്ലാവരും മറന്ന് വീണ്ടും പഴയ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായി കേരള കോൺഗ്രസ് പിളരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ പ്രതിഫലനങ്ങളാണ്, അന്തഃഛിദ്രങ്ങളാണ് UDFിൽ കൊണ്ടുവരുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും UDF ഒരു പിളർന്ന ക്യാമ്പായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്നു. അതാണ് അവസ്ഥ. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു വിഭാഗത്തിനും ആശാസ്യമല്ല. പക്ഷേ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് തീരുമാനിക്കും, നിർണയിക്കും എന്ന് നമുക്ക് ഊഹിക്കാനും കഴിയും. ജോസഫിന് കടുത്ത അമർഷമാണ്. അതും തരുന്നു വാർത്തയായി ദേശാഭിമാനി. കോട്ടയം സീറ്റിലേക്ക് പാർട്ടി വർക്കിംഗ് ചെയർമാനായ തന്നെ പരിഗണിക്കാതിരുന്നതിൽ കടുത്ത അമർഷമെന്ന് PJ ജോസഫ് പറഞ്ഞു. എന്റെ അഭിപ്രായം കേട്ടില്ല. UDF നേതാക്കളുമായി ആലോചിച്ച് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. ജോസഫിന്റെ ഭാവി കേരള കോൺഗ്രസിലോ മാണിയുടെയോ കയ്യിലില്ല, അല്ല, മറിച്ച് കോൺഗ്രസിന്റെ നേതാക്കളുടെ കയ്യിലാണ്. അവർ വരും, തീരുമാനിക്കും. ആ തീരുമാനത്തിന്റെ ഭാഗമായി വലിയ അന്തഃഛിദ്രങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാകും. ആ അന്തഃഛിദ്രം UDFിനെ മൊത്തത്തിൽ അതിന്റെ പ്രതിഫലനം എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത. കേരള കോൺഗ്രസ് അങ്ങനെ ഒരു വഴിക്കായപ്പോൾ UDFിലെ കോൺഗ്രസ് പ്രധാന പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുടെ പട്ടിക എവിടെ? ദിവസങ്ങൾ കടന്നു പോവുകയാണ്. LDF രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, മുന്നോട്ട് പോയിരിക്കുന്നു. എവിടെ പട്ടിക? മലയാള മനോരമ പറയുന്നു കോൺഗ്രസ് പട്ടിക 16-ന് വരും. മനോരമയ്ക്കും ആശങ്കയാണ്, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? അതുകൊണ്ട് 16-ന് പട്ടിക വരും എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്നു മലയാള മനോരമ. അതും ലീഡ് വാർത്ത തന്നെ. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ വേളയ്ക്ക് ശേഷം. കോൺഗ്രസിന്റെ ഭാവി ദില്ലിയിലാണ് തീരുമാനിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ കോൺഗ്രസ് പട്ടിക 16-ന്, 16-ാം തീയതി പട്ടിക വരും. പക്ഷേ രാഹുൽ ഗാന്ധി തീരുമാനിക്കണം. ധാരണയായത് 5 ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, കണ്ണൂരിൽ സുധാകരൻ, എറണാകുളവും പത്തനംതിട്ടയും ഉൾപ്പെടെ 11 സീറ്റിൽ അനിശ്ചിതത്വം. ഭൂരിഭാഗം സീറ്റുകളിലും അനിശ്ചിതത്വമാണ് കോൺഗ്രസിനും. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിഞ്ഞ ശേഷമെന്ന് ഉറപ്പിച്ചു നേതാക്കൾ മടങ്ങി. 13-നും 14-നും കേരളത്തിലുള്ള രാഹുലിന്റെ അന്തിമ അഭിപ്രായം തേടിയ ശേഷം 15-ന്റെ ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും ചേരും. തുടർന്ന് അന്തിമ രൂപം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് പട്ടിക കൈമാറും. തെരഞ്ഞെടുപ്പ് സമിതി 16-ന് യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതാണ് അതിന്റെ ഷെഡ്യൂൾ. പക്ഷേ ഇവിടെ എത്തുന്ന 13-നും 14-നും കേരളത്തിൽ രാഹുൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടിയ ശേഷം 15-ന് ദില്ലിയിൽ സ്ക്രീനിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തും. ശരി, ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പല കടമ്പകൾ വേറെയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്.
സിറ്റിംഗ് സീറ്റായ എറണാകുളവും പത്തനംതിട്ടയും ഉൾപ്പെടെ 11 സീറ്റിൽ അനിശ്ചിതത്വം തുടരുകയാണ്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും മത്സരത്തിന് ഇല്ലെന്ന് ആവർത്തിച്ചെങ്കിലും ഇരുവരും വേണമെന്ന കാര്യത്തിൽ മറ്റ് നേതാക്കൾക്ക് ഏകസ്വരം. അന്തിമ തീരുമാനം അവിടെയും രാഹുലിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഉയർന്ന നേതാക്കൾ അല്ലെങ്കിൽ കൂടുതൽ പാരമ്പര്യവും പരിചയവും ഒക്കെ ഉള്ള നേതാക്കൾ തന്നെയാണ് മത്സരിക്കേണ്ടത് എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച് കോൺഗ്രസിലൊരു വിഭാഗത്തിന്റെ നിലപാട്. അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ എന്ത്, അതേ സംബന്ധിച്ചും വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല എന്ന വിഷയം പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയുമോ? ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പത്രപ്രവർത്തകരെ കണ്ടിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞു, ശബരിമലയൊന്നും സംസാരിക്കാനൊന്നും കഴിയില്ല, അതൊക്കെ ദൈവത്തിന്റെ കാര്യവും അതുമാതിരി വിശ്വാസത്തിന്റെ കാര്യവും ഒക്കെയാണ്, അതൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാവുക എന്നത് അപായകരമായ സൂചനയാണ്. അത് ആ സ്ഥാനാർത്ഥിയെ തന്നെ ദോഷമായി ബാധിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ പ്രചാരണത്തിന് ശബരിമല പാടില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. അതിന്റെ പ്രതിഫലനങ്ങൾ വൻതോതിൽ വന്നിരിക്കുന്നു. ഇന്ന് സിറാജ് എന്ന പത്രത്തിന്റെ 1-ാം പുറം കാണുക. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് യോഗം കൂടുന്നുണ്ട്. ആ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറയും, പ്രചാരണത്തിന് ശബരിമല പാടില്ല എന്ന്. ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണെന്ന സുപ്രീം കോടതി വിധി ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാകുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരും. ശബരിമല കോടതി വിധി വളച്ചൊടിക്കുന്നതും ദൈവത്തെയും മതത്തെയും പ്രചരണ ആയുധമാക്കുന്നതും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി മതസ്പർശ വളർത്തുന്ന പ്രചാരണം പെരുമാറ്റച്ചട്ടത്തിനെതിരാണ്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് ശബരിമല വിഷയം ഉപയോഗിച്ചാൽ ചട്ടലംഘനമാകും. സ്ഥാനാർത്ഥികൾ തങ്ങൾ പ്രതികരിക്കപ്പെട്ട ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരം ഫോം 26 നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമല മുഖ്യ വിഷയമാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വിചാരിക്കുന്ന 2 മുന്നണികളുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA, മറ്റൊന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF. 2 മുന്നണികളും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ശബരിമല പ്രധാന വിഷയമാക്കി അവർ എടുക്കും. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ വോട്ട് പിടിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ സ്വാമി ശരണം വിളിച്ച ഗുണ്ടകളുണ്ടല്ലോ, ഗുണ്ടകളുടെ ശരണം വിളി, ഗുണ്ടാശരണം ശബരിമലയിൽ, അവരെയൊക്കെ അണിനിരത്തി ശരണം വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രകടനം നടത്തിക്കളയാം തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ അപകടമായിരിക്കും അത് ചെയ്യുന്നത്. അതിന്റെ ചിത്രം മറ്റും എടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ അക്കാര്യം ചെയ്യണം. BJPക്ക് വലിയ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരു സീറ്റ് കിട്ടുമെന്ന് ആരും പറയാത്തത് കൊണ്ട്, ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് ആരും പറയാത്തത് കൊണ്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവിക പരിണിതിയിലേക്ക് സഞ്ചരിക്കുന്നതിന് കേരളം അത് തടസ്സമായി തീരും. അത് ആരൊക്കെ എങ്ങനെ സൂക്ഷിക്കും അല്ലെങ്കിൽ കൃത്യമായി നടപ്പാക്കുമെന്നത് വേറൊരു കാര്യം. പക്ഷേ സുപ്രീം കോടതി വിധി വളച്ചൊടിക്കുക, ഈ ശബരിമല വിധിയുമായി ബന്ധിപ്പിച്ച് സ്ത്രീ പ്രവേശനവുമായി ബന്ധിപ്പിച്ച് ഒരു ഇടതുപക്ഷം ഒഴിച്ചാൽ മറ്റാർക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ പ്രശ്നം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ബാക്കി എല്ലാവരും സുപ്രീം കോടതി വിധി വളച്ചൊടിച്ച് സുപ്രീം കോടതി വിധിയെ തന്നെ ലംഘിച്ച് ഒക്കെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പില്ലാത്തപ്പോൾ അണികളെ ആവേശം കൊള്ളിക്കാൻ ആ പ്രസംഗമെല്ലാം കൊള്ളാം. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരം പ്രസംഗം നടത്തിയാൽ അത് അപകടകരമായ പരിണിതിയിലേക്ക് സഞ്ചരിക്കും എന്ന് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അതേ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് വേറൊരു കാര്യം, അതും ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കും സഞ്ചരിക്കാം. ഫ്ലെക്സ് ബോർഡുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇത്തവണ ഹൈക്കോടതി, അതും വാർത്തയായി ഇന്ന് വന്നിരിക്കുന്നു.
ഏതായാലും ശബരിമലയെ സംബന്ധിച്ച് ഒരഭിപ്രായമല്ല വക്കീലന്മാരൊക്കെ, പ്രധാനപ്പെട്ട വക്കീലന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു. അതൊന്നും ശരിയല്ല, മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം, ശബരിമല വിഷയം മിണ്ടരുത് എന്ന് പറയുന്നത് നിയമപരമായി ശരിയല്ല. ആ വാർത്ത കേരള കൗമുദിയാണ് പ്രധാനമായും തരുന്നത്. കേരള കൗമുദിയുടെ രാഷ്ട്രീയ ചായ്വ് ആരോടാണ് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ശബരിമല കൈവിട്ടു പോയാൽ കേരള കൗമുദിക്ക് എന്തോ ഗൗരവതരമായി കൈവിട്ടു പോയിരിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട നിയമജ്ഞരെ അവതരിപ്പിച്ചുകൊണ്ട് ശബരിമലയെല്ലാം പറയാം എന്ന വീക്ഷണത്തിലേക്ക് കേരള കൗമുദി എത്തിയിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം നിയമപരമായി ശരിയല്ല എന്ന് കേരള കൗമുദി അതിന്റെ ലീഡ് വാർത്തയിൽ നമ്മോട് പറയുന്നു. അയ്യപ്പന്റെ ചിത്രവും മതചിഹ്നങ്ങളും ഉപയോഗിച്ച് വോട്ട് തേടുക, തങ്ക അങ്കി ഘോഷയാത്ര ഉൾപ്പെടെയുള്ള മതപരമായ ചടങ്ങുകളുടെയും മറ്റും പേരിൽ വോട്ട് തേടുക തുടങ്ങിയവ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. എന്നാൽ ശബരിമല വിഷയത്തിലെ സുപ്രീം കോടതി വിധി, സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് തെറ്റില്ല. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന്റെ അഭിഭാഷകനായിരുന്നു. ആ കേസ് ഏകദേശം തോറ്റ മട്ടാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. ഏത് വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അധികാരമില്ല. ശബരിമല വിഷയത്തിൽ മതം മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി അടക്കമുള്ള വിഷയങ്ങൾ ഇതിലുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ കഴിയില്ല. ടി ആസിഫ് അലി, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ശബരിമലയിലെ മതവികാരവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് തെറ്റാണ്. അത്രയും വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിയാണ്. പൊതുവായ വിഷയമെന്ന നിലയിൽ ഇത് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. കുറെ കൂടി സമതുലിതമായ ഒരു അഭിപ്രായം അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഭരണഘടനാ വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത് മുഖ്യ പ്രചരണായുധം ശബരിമല തന്നെ, അത് ഞങ്ങൾ ഉപയോഗിക്കും. മറ്റൊരു നേതാവ് കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. മിസോറാമിൽ നിന്ന് യാത്രയെല്ലാം കഴിഞ്ഞ് 9 മാസം ഗവർണറായിരുന്ന് മടുത്ത് അദ്ദേഹം വരികയാണ്. അദ്ദേഹവും പറയുന്നത് ഇത് തന്നെ ഞങ്ങൾ ഉപയോഗിക്കും. അതിന് കാരണമുണ്ട്. ശബരിമല പോയാൽ പിന്നെ BJPക്ക് എന്താണുള്ളത്? ആയുധം നഷ്ടപ്പെട്ട പോരാളിയെ മാതിരിയായി പോകും. കാത്തുവെച്ച ആയുധം കമ്മീഷൻ കൊണ്ടുപോയി ശബരിമല വിഷയമാക്കുന്നതിൽ വിലക്ക് വന്നാൽ കാര്യങ്ങൾ BJPക്ക് അങ്ങനെയായിരിക്കും. കണ്ണാടി പേജിൽ മംഗളമാ വാർത്ത തരുന്നു. ആർ സുരേഷ്, എം ബിജുശങ്കർ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം BJPക്കും കോൺഗ്രസിനും വൻ തിരിച്ചടി. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തെ നേരിടാൻ ശബരിമല മാത്രം അടിസ്ഥാനമാക്കി തന്ത്രങ്ങൾ മെനഞ്ഞ BJPക്കാവും ഏറ്റവും വലിയ പ്രഹരം. ശബരിമല വിഷയം അനുകൂലമാക്കാമെന്ന് കരുതിയ കോൺഗ്രസിനും തന്ത്രങ്ങൾ അഴിച്ചു പണിയേണ്ടി വരും. ചുരുക്കത്തിൽ ശബരിമല മാത്രമായിരുന്നു BJPയുടെ ഏക വിഷയം. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, എന്തെങ്കിലും സമരം ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നേടിക്കൊടുക്കുകയൊക്കെ വേണം. അതൊന്നുമില്ലാതെ വിശ്വാസവും അതിൻ്റെ മേലിലുള്ള ഗുണ്ടായുസവും കൊണ്ട് ജയിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ച് ഒരു പാർട്ടി ഇറങ്ങി തിരിച്ചാൽ അതൊക്കെയായിരിക്കും അപകടം. BJPയും സംഘപരിവാരവും കൊട്ടിഘോഷിച്ച 2016 നവംബർ 8 രാത്രിയിലെ നോട്ട് നിരോധനമുണ്ടല്ലോ, അതിന് RBIയുടെ അംഗീകാരമില്ലായിരുന്നു. അന്നാണ് നാം അത് അറിഞ്ഞിരുന്നു എങ്കിൽ അതൊക്കെ പിൻവലിക്കാൻ നിർബന്ധിതമായനെ മോദി. പക്ഷേ മോദിയുടെ രീതികൾ അങ്ങനെയാണ്, എല്ലാം മറച്ചുവെക്കും. ഒടുവിൽ മാലോകരത് അറിയുമ്പോഴേക്കും കാലം കടന്നുപോയിട്ടുണ്ടാവും. എല്ലാ ഏകാധിപതികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നോട്ട് അസാധുവാക്കൽ അംഗീകാരമില്ലാതെ മാതൃഭൂമി തരുന്ന വലിയ വാർത്ത അതാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ എന്ന് വിവരാവകാശ രേഖ. 2016 നവംബർ 8 രാത്രി നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചത് അനുവാദമില്ലാതെയായിരുന്നു. എന്നാൽ ഡിസംബർ 15 RBI തീരുമാനം അംഗീകരിച്ചത്. നോട്ട് അസാധുവാക്കൽ നടപ്പാക്കി 86% ബാങ്കുകൾ തിരിച്ചെത്തിയ ശേഷമായിരുന്നു. ഏകദേശം 70-80 ദിവസങ്ങൾക്ക് ശേഷമാണ് RBI അതിന് അംഗീകാരം നൽകിയത്. അതായത് ഇന്ന് രാത്രി 8 മണി മുതൽ 1000-ന്റെയും 500-ന്റെയും നോട്ട് നിലനിൽക്കുന്നതല്ല എന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചതേയില്ല. അത്തരമൊരു തീരുമാനം മോദി പ്രഖ്യാപിക്കുന്നതിന് 2.5 മണിക്കൂറിന് മുമ്പ് മാത്രമാണ് ഊർജിത് പട്ടേൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, തന്നെ അത് അറിഞ്ഞത്. അപ്പോൾ ആരുടെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു ഈ പടക്കം? ഈ അപായകരമായ കാര്യം ആർക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെയുള്ള
ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ആലോചിക്കണം. തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ. ആ തെരഞ്ഞെടുപ്പിൽ ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ, നോക്കൂ, കോൺഗ്രസ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു, അധികാരത്തിൽ വന്നാൽ നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നാൽ നോട്ട് അസാധുവാക്കലിന് ശേഷം ഇന്ത്യയിലെ ബാങ്കുകൾ നടത്തിയ നിക്ഷേപങ്ങളെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തും. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പ്രസിഡന്റായ ഗുജറാത്തിലെ ബാങ്ക് അടക്കമുള്ളവ നടത്തിയ നിക്ഷേപങ്ങളെപ്പറ്റി അന്വേഷിക്കും. 7000 കോടി രൂപയെങ്ങാണ്ടാണ് അവിടെ ഗുജറാത്തിലെ കോപ്പറേറ്റീവ് ബാങ്കിലൂടെ മാറിയെടുത്തത്. അദ്ദേഹമാണ്, അമിത്ഷായാണ് അതിൻ്റെ പ്രസിഡന്റ്. അതൊക്കെ അന്വേഷിക്കും, എല്ലാവരെയും പിടിക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. വീക്ഷണം ഇന്ന് ആദ്യ പേജിൽ തന്നെ മസൂദിനെ കൈമാറിയത് അജിത് ഡോവൽ എന്ന് മോഡി ഏറ്റുപറയണം. തീവ്രവാദത്തിനെതിരാണല്ലോ ഇപ്പോൾ മോദിയും അജിത് ഡോവലും ഒക്കെ. പക്ഷേ മോദിക്ക് അതെങ്ങനെ പറയാൻ കഴിയും? വാജ്പേയി ഭരിക്കുന്ന കാലത്താണ് ഈ മസൂദിനെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു കൊടുത്തത്. കണ്ടഹാറിലൂടെ തിരിച്ചു കൊടുത്തത് വാജ്പേയിയാണ്. അന്ന് അതിനൊപ്പം നടന്നത്, അയാളെയും കൊണ്ട് പാകിസ്ഥാനിൽ തിരിച്ചു കൊടുക്കാൻ നടന്നുപോയത് അജിത് ഡോവലുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം വീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചൂടും ഇലക്ഷൻ്റെ ചൂടും ഒന്നിച്ച് വലിയ ചൂടാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഒരു മണിയുടെ ഉച്ചവെയിൽ കുടചൂടി പണിയെടുക്കുന്ന, ഉച്ചവെയിൽ ഒഴിവാക്കാൻ കുടചൂടി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ചിത്രം സിറ്റി കൗമുദി നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.